ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നും ഒരു വ്ളോഗാണ് കേട്ടോ. ഇന്നും നമ്മൾ ഷോപ്പിലേക്ക് പോകാൻ പോവുകയാണേ. അതിനു മുമ്പ് രാവിലത്തെ ചില്ലറ പരിപാടികളുണ്ട്. അപ്പം ചായക്കാക്കണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മോളെ ട്യൂഷന് വിട്ടതിന് ശേഷമേ നമുക്ക് ഷോപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനായിട്ട് ഇത്ര നേരത്തെ എണീറ്റപ്പോഴത്തേക്കും രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിക്കിളിയും അതുപോലെ തന്നെ മുട്ടക്കുട്ടനും കൂടെ പോകുന്നതുകൊണ്ട് തന്നെ രാവിലത്തെ പണി എങ്ങനെയാവുമെന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ അരിയെല്ലാം അരച്ച് വെച്ചത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇഡലി ഒഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കും ചെയ്യണം അമ്മ എന്നും പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ചെയ്യാൻ കൊടുത്തില്ലെങ്കിൽ ഇന്നത്തെ ദിവസം കളഞ്ഞോളയും എന്നുള്ളതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണേ ഒഴിച്ചുള്ളൂ, അതിൻ്റെ അഹങ്കാരം ചില്ലറയായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയെ കഷ്ണങ്ങളെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം രാവിലെ പാലിന് പോയപ്പോൾ സാമ്പാർ പൊടി ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ രാവിലെ തന്നെ സാമ്പാറും ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇഡ്ഡലി ആയതിനു ശേഷം മോൾക്ക് കഴിക്കാനും കൊടുത്ത് മോളെ കുളിപ്പിച്ച് റെഡിയാക്കി ട്യൂഷന് കൊണ്ടുവിടാൻ പോകുന്ന തിരക്കിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഇഡ്ഡലിയെ നല്ല സാമ്പാറിൽ നന്നായിട്ട് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞപ്പം മെല്ലെ ഇരുന്ന് സമാധാനത്തോടെ ചായ കുടിക്കുകയാണ്. ഈ സമയത്ത് മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു. മോനെയും വിളിച്ചത് കടയിലേക്ക് പോവുകയാണ്. ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടച്ച് കെട്ടിപ്പെറുക്കി പോവുകയാണ്. ഇന്നലെ കടയിൽ പോയപ്പം ഒരുപാട് സാധനങ്ങൾ ഞാൻ പെറുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇന്നലെ വൃത്തിയാക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ വലിച്ചിട്ടതാണ്. പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. മോനും മോളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായേ. അപ്പോൾ ഇന്നലെ ഞാൻ വലിച്ചിട്ടത് ഇന്ന് റെഡിയാക്കി കൊടുക്കാമെന്നുള്ള ധാരണയിലായിരുന്നു ഇന്നലെ പോയത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്നും വന്നത്. അങ്ങനെ ഇതാ നൈറ്റികളെല്ലാം എടുത്ത് തൂക്കിയിടുകയാണ്. അമ്മയാണെങ്കിൽ അപ്പുറത്ത് ഹോട്ടലും കൂടി ഉള്ളതുകൊണ്ട് ഇതും കൂടെ മാനേജ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമ്മ എടുക്കുന്ന സാധനങ്ങൾ അതാത് സ്ഥാനത്തല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ മടക്കി അങ്ങോട്ട് വെക്കാറാണ് കേട്ടോ പതിവ്. ഏതായാലും പോയതല്ലേ റെഡിയാക്കി കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ കുറേയൊക്കെ വാരി ഇട്ട് കേട്ടോ. പക്ഷേ ഇട്ടിട്ട് വന്നപ്പോഴാണ് ആകപ്പാടെ അലങ്കോലമായി കിടന്നപ്പം എന്തെടുക്കണം എവിടെ നിന്ന് എടുക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ വന്നത്. അപ്പോൾ മോനും ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മോനെയും നോക്കണം, സാധനങ്ങളും പെറുക്കി വെക്കണം. ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. എങ്കിലും ആ ടാസ്ക് ഞാൻ പൂർണ്ണമായിട്ടും നല്ല വൃത്തിയായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം അതിൻ്റേതായ മാതൃകയിൽ അടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇരുന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ഈ എടുക്കുന്ന നൈറ്റി ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ എനിക്ക് താനെ ചിരി വന്നേ. വളരെ ചെറിയ നൈറ്റി, അതായത് എൻ്റെ മോളുടെ പോക്കമുള്ളവർക്ക് ഇടാനുള്ള പോലത്തെ ടൈപ്പ് നൈറ്റി ആയിരുന്നേ. അത് കണ്ടപ്പോൾ ഒരു എന്താ പറയുക, ഒരു എന്തോ ഒന്ന് തോന്നി. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചതാണ് കേട്ടോ. അതിനിടയ്ക്ക് മോനിതാ നല്ലോണം ഉറക്കം വന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാനിതാ മോനെ ഉറക്കി കഴിഞ്ഞ് മോനെ എണീറ്റ് കഴിഞ്ഞപ്പോൾ പോയി ചായ കുടിക്കാനിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.